Diffraction of light for degree students. ഡിഫ്രാക്ഷൻ അതിനകത്ത് ഫ്രെനൽ സോൺ തിയറി ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ 2 ഫോട്ടോഗ്രാഫ് കാണിക്കുന്നു. ഇത് ഒരു ഒപ്പേക്ക് സ്ക്രീനിൽ വെട്ടിയെടുത്തിട്ടുള്ളൊരു റെക്റ്റാങ്കുലർ സ്ലിറ്റാണ്. ഇതിലേക്കൊരു പാരലൽ ബീം ഓഫ് ലൈറ്റ് കടത്തി വിടുന്നതിൽ കൂടി. ഇതൊരു സ്ക്രീനാണ്. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത് എന്ന ആ സത്യം ഇതിൽ കാണാം. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ റെക്റ്റിലീനിയർ പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ്. ഇത് ലൈറ്റ് അനുസരിക്കുന്നത് കൊണ്ട് ഈ സ്ലിറ്റിൻ്റെ അതേ വലിപ്പത്തിൽ ഇവിടെ പ്രകാശം കാണാം. ഇതിന് തൊട്ട് മുകളിലോ ഡാർക്കാണ്, തൊട്ട് താഴോട്ടും ഡാർക്കാണ്. അപ്പം ലൈറ്റ് ഈ ഭാഗത്തെങ്ങും എത്തുന്നില്ല. ഇത് ഞാൻ ജോമെട്രിക്കൽ ഷാഡോ, റീജിയൺ ഓഫ് ജോമെട്രിക്കൽ ഷാഡോ എന്ന് പറയാം. അപ്പം ലൈറ്റ് നേർരേഖയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്ലിറ്റിൻ്റെ അതേ വലിപ്പത്തിൽ സ്ക്രീനിൽ നമുക്കൊരു ലൈറ്റ് പാച്ച് കാണാം. ഇത് സ്ലിറ്റിൻ്റെ വലിപ്പം താരതമ്യേന കൂടുതലാണെങ്കിലാണ് ഇത് കാണുക. ഈ ഫോട്ടോഗ്രാഫ് അത് ഡിമിനിഷ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. സാധാരണ ഒരു വലിയ സ്ലിറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ മതി. യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന സ്ലിറ്റിൻ്റെ വിഡ്ത്ത് വളരെ കുറവാണെങ്കിൽ ഇതേ ലൈറ്റ് ഇതുപോലെ കടത്തിവിട്ടാൽ സ്ക്രീനിൽ കാണുന്ന കാഴ്ച ഇതാ. സ്ലിറ്റിന് നേരെ ലൈറ്റ് പാച്ച് കാണാം. പക്ഷേ സ്ലിറ്റിൻ്റെ യഥാർത്ഥ വിഡ്ത്തിനൊക്കെ കൂടിയ വിഡ്ത്താണ് ഈ ലൈറ്റ് പാച്ചിനുള്ളത്. അതായത് ജോമെട്രിക്കൽ ഷാഡോയിലോട്ട് ലൈറ്റ് എൻക്രോച്ച് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതുകൂടാതെ അതിന് മുകളിലും താഴെയും ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ് പോലെ ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് ഫ്രിഞ്ചസും കാണാം. അപ്പോൾ ലൈറ്റ് ഈ സ്ലിറ്റ് കടന്നു പോയപ്പോൾ ലൈറ്റ് കടക്കുന്ന സമയത്ത് ലൈറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് മുകളിലോട്ടും താഴോട്ടും. എന്നിട്ട് വേവ്സ് തമ്മിൽ സൂപ്പർ പൊസിഷനൊക്കെ നടന്നിട്ടുണ്ട്. ഈ പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുക. ഇത് വിശദീകരിക്കുന്നതിനാണ് ഫ്രെനൽസ് സോൺ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, ലാംഡ വേവ് ലെങ്ത്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, അതിൻ്റെ വേവ് ഫ്രണ്ട് പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇത് റൈറ്റിലോട്ട് അഡ്വാൻസ് ചെയ്യുക. ഇത് ഒരു സ്ക്രീനിലെ ഒരു പോയിൻ്റാണ് പി. ഇവിടെ ഈ വേവ് ഫ്രണ്ട് പിയിൽ എന്ത് കോൺട്രിബ്യൂഷൻ നടത്തുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഫ്രണ്ടിൽ ചെയ്തത് ഈ വേവ് ഫ്രണ്ടിനെ പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കാണാം. ഈ പിയിൽ നിന്നും വേവ് ഫ്രണ്ടിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് ഓയിൽ വന്ന് മീറ്റ് ചെയ്യും. ഓയ്ക്ക് പറയുന്ന പേര് പോൾ ഓഫ് ദി വേവ് ഫ്രണ്ട് വിത്ത് റെഫറൻസ് ടു പി എന്നാണ്. ഓ സെൻറ്ററാക്കിക്കൊണ്ട് കുറേ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കുന്നു. ഈ സർക്കിൾസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിയിൽ നിന്നും ആദ്യത്തെ സർക്കിൾ OM1 റേഡിയസ് ഉള്ളതാണ്. അവിടെ PM1 എന്ന് പറയുന്നത് D പ്ലസ് λ/2 ആയിരിക്കണം. ഇതാ D. അടുത്ത സർക്കിൾ വരയ്ക്കുമ്പോൾ റേഡിയസ് OM2 സച്ച് ദാറ്റ് PM2 ഈക്വൽസ് D പ്ലസ് 2 λ/2. അടുത്ത സർക്കിളിൻ്റെ റേഡിയസ് OM3 സച്ച് ദാറ്റ് PM3 ഈക്വൽസ് D പ്ലസ് 3m λ/2. അങ്ങനെ nth സർക്കിള് എന്ന് പറയുമ്പോൾ ഈ ദൂരം D പ്ലസ് n λ/2. ഇതിൽ ആദ്യത്തെ ഈ സർക്കുലർ ഏരിയ ഫസ്റ്റ് സോൺ എന്ന് പറയും. ഈ സെക്കൻഡ് സർക്കിളിനും ഫസ്റ്റ് സർക്കിളിനും ഇടയ്ക്കുള്ള ഈ അനുലാർ ഏരിയ സെക്കൻഡ് സോൺ, ഇത് തേർഡ് സോൺ ആൻഡ് സോൺ. ഇത് നമുക്ക് ഇതിൻ്റെ റേഡിയസ് ഒന്ന് കാണാം. റേഡിയസ് ഓഫ് ദി ഫസ്റ്റ് സർക്കിൾ R1 ഈക്വൽസ് OM1 ഈക്വൽസ് റൂട്ട് ഓഫ് PM1 സ്ക്വയർ മൈനസ് PO സ്ക്വയർ പൈതഗോറസ് തിയറം ഈക്വൽസ് റൂട്ട് ഓഫ് PM1 is D plus λ/2 the whole square minus D square. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ D സ്ക്വയർ വരും, അത് മൈനസ് D സ്ക്വയർ ആയിട്ട് ക്യാൻസൽ ചെയ്യും. മിഡ് ടേം D ഇൻറ്റു ലാംഡ, തേർഡ് ടൈം λ²/4. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ വളരെ ചെറുതായതുകൊണ്ട് λ²/4 അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യാം. പോയിട്ട് നമുക്ക് R1 ഈക്വൽസ് റൂട്ട് ഓഫ് λD എന്ന് കിട്ടും.
ഇതുപോലെ R2 സെക്കൻഡ് സർക്കിളിൻ്റെ റേഡിയസ് R2 എന്ന് പറഞ്ഞാൽ OM2, ദറ്റ് ഈസ് √PM2² മൈനസ് PO². അത് സിംപ്ലി സോൾവ് ചെയ്തെടുക്കുമ്പോൾ √2λD എന്ന് കിട്ടും. എങ്കിൽ എന്ത് സർക്കിൾ ജനറലായിട്ട് പറയുമ്പോൾ എന്ത് സർക്കിളിൻ്റെ റേഡിയസ് RN = √n⁴D എന്ന് വരും. ഒരു പ്രത്യേക പോയിൻറ്റും വേവ് ഫ്രണ്ടിൻ്റെ പൊസിഷനും പ്രത്യേക ലൈറ്റിൻ്റെ വേവ് ലെങ്തും നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ λDയും കോൺസ്റ്റൻ്റാ, എന്നൊരു ഇൻറ്റിജറാ, നമുക്കപ്പോൾ പറയാം റേഡിയസ് ഓഫ് എ സോൺ സർക്കിൾ ഈസ് പ്രൊപ്പോർഷണൽ ടു √an ഇൻറ്റീജർ. ഇത് തന്നെ ന്യൂട്ടൺസ് റിങ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള, അവിടെ എന്ത് റിങ്ങിൻ്റെ ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ് √nr⁴ r ഈസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദി ലെൻസ് എന്നൊക്കെ കണ്ടതാണ്. ഇനി ഈ സോണിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ദി ഫസ്റ്റ് സോൺ ഇത്ര ഏരിയ S1 = πr1². ദറ്റ് ഈസ് π × r1 എന്ന് പറഞ്ഞാൽ √λD. അപ്പോൾ πr1² എന്ന് പറയുമ്പോൾ πλD. S2 എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് സോണിൻ്റെ ഏരിയ ഇത്രയാണ്. അപ്പോൾ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ എന്ന് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ കുറച്ചാൽ മതി. S2 = π × r2² മൈനസ് r1². ദറ്റ് ഈസ് π × r2² ഈസ് 2λD മൈനസ് r1² ഈസ് λD. ആൻസർ ഈസ് πλD എന്നൊക്കെ ഒരു സെയിം വാല്യൂ ആണ്. ജനറലായിട്ട് എന്ത് സോണിൻ്റെ ഏരിയ SN = π × S2 ഒക്കെ എടുത്ത പോലെ RN² മൈനസ് RN -1². എന്ത് സർക്കിളിൻ്റെ റേഡിയസ് മൈനസ് തൊട്ട് അകത്തുള്ള സർക്കിളിൻ്റെ റേഡിയസ് സ്ക്വയർ. ദറ്റ് ഈസ് π × ഇത് RN² ഈസ് nλD മൈനസ് π × n-1λD. സിംപ്ലിഫൈ ചെയ്താൽ πλD എന്ന് കിട്ടി. അപ്പോൾ എല്ലാ സോണിനും ഈക്വൽ ഏരിയ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഹൈജൻസ് പ്രിൻസിപ്പിളാണ് ഫ്രണ്ടിൽ ഉപയോഗിക്കുന്നത്. ഹൈജൻസ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു വേവ് ഫ്രണ്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിൻ്റ് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നു. ആ പോയിൻ്റ് സോഴ്സിൽ നിന്ന് സെക്കൻഡറി വേവ്സ് ഇങ്ങനെ പുറത്ത് വരുന്നുണ്ട്. ഈ സെക്കൻഡറി വേവ്സ് ഈ പിയിൽ വന്നിട്ട് സൂപ്പർ ഇമ്പോസ് ചെയ്യും, മിക്സ് ചെയ്യും. അപ്പോൾ കിട്ടുന്നത് ആ പിയിലെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നമുള്ളത് ഓരോ സോണിൽ നിന്നും പുറപ്പെടുന്ന സെക്കൻഡറി വേവ്സ് അതാത് സോണിന് പെർപെൻഡിക്കുലറായിട്ട് പോകാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുക. ഇങ്ങനെ അപ്പോൾ ഫസ്റ്റ് സോണിൽ നിന്നുള്ള സെക്കൻഡറി വേവ് പിയിൽ ഏതാണ്ട് നോർമൽ ഡയറക്ഷൻ, ഇതിൻ്റെ പുറപ്പെടുന്ന ഡയറക്ഷനിൽ തന്നെ ഏതാണ്ട് സഞ്ചരിച്ചാൽ മതി പിയിലെത്താൻ. പക്ഷേ സെക്കൻഡ് സോണിൽ നിന്നുള്ള വേവ് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ടേ പോകൂ. പക്ഷേ ഇവിടെ ചരിഞ്ഞ് വരുന്ന റേഡിയേഷൻ ഇവിടെ വരത്തുള്ളൂ. തേർഡ് സോണിൽ നിന്ന് വരുന്ന സെക്കൻഡറി വേവ് കുറേ കൂടെ ചരിഞ്ഞതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഔട്ടർ സോണിലോട്ട് പോകുമ്പോൾ പിയിലെത്തുന്ന വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് വരണം. ആ കാരണം കൊണ്ട്. മറ്റൊരു കാരണം ദൂരം കൂടുതലാണ്. ഫസ്റ്റ് സോണാണ് പിയോട് ഏറ്റവും അടുത്തുള്ളത്. അപ്പോൾ ഫസ്റ്റ് സോണിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് അതുകൊണ്ട് പിയിൽ കൂടുതലായിരിക്കും. സെക്കൻഡ് സോണിൽ നിന്നാകുമ്പോൾ ദൂരം കൂടുതലാണ്. അപ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് അതിനനുസരിച്ച് കുറയും. തേർഡ് സോണിൽ നിന്ന് വീണ്ടും ദൂരം കൂടുതലാണ്. അപ്പോൾ ഔട്ടർ സോണിലോട്ട് പോകുമ്പോൾ ദൂരം കൂടുന്നത് കൊണ്ടും ആംപ്ലിറ്റ്യൂഡ് കുറയും. ഇനി ഒരു സോണ് ഫസ്റ്റ് സോണും സെക്കൻഡ് സോണും തമ്മിലുള്ള ദൂരവ്യത്യാസം λ/2 D + 2λ/2 - D + λ/2 എന്ന് പറഞ്ഞാൽ λ/2. പാത്ത് ഡിഫറൻസ് പിയിൽ രണ്ട് സോൺ അടുത്തടുത്തുള്ള രണ്ട് സോണ് തമ്മിൽ ഏതെടുത്താലും λ/2 വരത്തുള്ളൂ. പാത്ത് ഡിഫറൻസ് λ/2 എന്ന് പറയുമ്പോൾ ഫേസ് ഡിഫറൻസ് π. ഒരു വേവ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് λ. അപ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫേസ് π. ഫേസ് ആംഗിൾ π റേഡിയൻ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് സോണിൽ നിന്നും വരുന്ന ആംപ്ലിറ്റ്യൂഡ് അപ്വേഡ് ആണെങ്കിൽ സെക്കൻഡ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് ഡൗൺവേഡ് ആയിരിക്കണം. കാരണം 180 ഡിഗ്രി ഡിഫറൻസ് വരണമല്ലോ. അപ്പോൾ നമുക്ക് പിയിലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഇത് എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് സോണിൽ നിന്ന് വരുന്ന ആംപ്ലിറ്റ്യൂഡ് A1 എന്നിരിക്കട്ടെ, അത് അപ്വേഡായിട്ട് വരച്ചു. എനിക്ക് സെക്കൻഡ് സോണിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് A2 താഴോട്ട് വരണം 180 ഡിഗ്രി. മാത്രമല്ല A1 കുറവായിരിക്കും A2. A3 ഇതുമായിട്ട് 180 ഡിഗ്രി, അപ്പോൾ മുകളിലോട്ട് വരും. ഇതിലും ചെറുത് A4 താഴോട്ട്, A5 മുകളിലോട്ട്, ആൻഡ് സോ ഓൺ. ഇതെല്ലാം
വലുപ്പം ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരും. ഫേസും 180 ഡിഗ്രി ഓരോ അടുത്തടുത്ത സോണിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് പി എ ഈക്വൽസ് A1 മൈനസ് A2 പ്ലസ് A3 മൈനസ് A4 ആൻഡ് സോ ഓൺ ഈക്വൽസ് ഈ A1 എന്നുള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. A1/2 പ്ലസ് A1/2 മൈനസ് A2 പ്ലസ് A3 ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. A3/2 പ്ലസ് A3/2 മൈനസ് A4 പ്ലസ് A5/2 പ്ലസ് A5/2 മൈനസ് A6 പ്ലസ് A7/2 പ്ലസ് A7/2 എക്സെട്ര. ഇവിടെ ഓഡ് ഇൻഡെക്സ് ഉള്ളതെല്ലാം ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈവൻ ഇൻഡെക്സ് ഉള്ളത് അതുപോലെ ഇടുന്നു. ഇനി ഫിഗർ അനുസരിച്ച് നോക്കി A2ൻ്റെ വാല്യൂ A3ക്ക് A1-നേക്കാൾ കുറവ്, A3 ഒക്കെ വലുതും. അപ്പോൾ നമുക്ക് പറയാം റഫായിട്ട് A2 ഈസ് ദി ആവറേജ് ഓഫ് A1 ആൻഡ് A3. അപ്പോൾ A2 ഈക്വൽസ് ഈസ് നിയർലി ഈക്വൽ ടു A1 പ്ലസ് A3/2 ഓർ A1/2 പ്ലസ് A3/2. ഇതുപോലെ A4 ഈക്വൽസ് A3/2 പ്ലസ് A5/2 എക്സെട്ര. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബ്രാക്കറ്റ് A1/2 ഇത് ഇൻടാക്റ്റ് ആയിട്ട് ഇവിടെ കാണും. ഈ A1/2 പ്ലസ് A3/2 എന്ന് പറഞ്ഞാൽ A2 ആണ്. അപ്പോൾ കണ്ടല്ലോ, ആ A2 ഈ മൈനസ് A2 കൂടെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ ബ്രാക്കറ്റ് അങ്ങ് 0 ആകും. അതുപോലെ ഈ ബ്രാക്കറ്റ് A3/2 പ്ലസ് A3/2 എന്ന് പറഞ്ഞാൽ A4 വരും. A4 മൈനസ് A4 0, ഇത് 0 ആകാൻ സോൺ. ലാസ്റ്റ് ഒന്നോ രണ്ടോ ടേംസ് വരാം ഔട്ടർമോസ്റ്റ് സോണിൻ്റെ. ഇതിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സോൺസ് ഉണ്ടെങ്കിൽ എന്ത് സോണാണ്? ഔട്ടർ സോൺ എന്ന് പറയുമ്പോൾ ദൂരം വളരെ കൂടുതൽ, മാത്രമല്ല ചരിവും വളരെ കൂടുതലാണ്. അപ്പോൾ പിയിലെ ആംപ്ലിറ്റ്യൂഡ് ഔട്ടർ സോണിൻ്റെ ഒക്കെ നമുക്ക് 0 എന്നങ്ങ് എടുക്കാൻ നെഗ്ലിജിബിളാണ്. ചുരുക്കത്തിൽ ഒരു വേവ് ഫ്രണ്ട് ഫുള്ളായിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിൽ ഈ വേവ് ഫ്രണ്ട് മുഴുവൻ എക്സ്പോസ്ഡ് ആയിരിക്കുകയും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സോൺസ് ഉണ്ടായിരിക്കുകയും ചെയ്താൽ പിയിലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽസ് A1/2. ഫസ്റ്റ് സോണിലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഹാഫ് പിയിലെത്തുന്നുള്ളൂ എന്നർത്ഥം. എങ്കിലെ പിയിലെ ഇൻറ്റൻസിറ്റി സ്ക്വയർ ഓഫ് ആംപ്ലിറ്റ്യൂഡ്, ഇൻറ്റൻസിറ്റി അറ്റ് പി ഡ്യൂ ടു ദി ഹോൾ വേവ് ഫ്രണ്ട് I ഈക്വൽസ് A² ഓർ A1²/4. A1² എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ പിയിലെത്തേണ്ട ഇൻറ്റൻസിറ്റി ലെറ്റ് ഇറ്റ് ബി I1. അപ്പോൾ വേവ് ഫ്രണ്ട് ഫുള്ളി എക്സ്പോസ്ഡ് ആണെങ്കിൽ I ഈക്വൽസ് I1/4. ഒരു സോൺ ഫസ്റ്റ് സോണിൽ നിന്നുള്ള മാത്രമേ ഉള്ളൂ എങ്കിലുള്ള ഇൻറ്റൻസിറ്റിയുടെ 1/4 അവിടെ വരുന്നുള്ളൂ. ഇനിയാണിത് വെച്ച് ഡിസ്കഷൻ നടത്തേണ്ടത്. ഇപ്പോൾ ഈ വേവ് ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് വരുന്ന നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇപ്പോൾ റേ വരച്ച് കാണിക്കുക. ഒരു സർക്കുലാർ ഡിസ്ക്, ഒപ്പേക്ക് ഡിസ്ക് ഈ സ്ക്രീനിൻ്റെ മുമ്പിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെക്ലീനിയർ പ്രോപ്പഗേഷൻ അനുസരിക്കുന്നുവെങ്കിൽ ഈ സർക്കുലാർ ഒപ്പേക്ക് ഡിസ്കിൻ്റെ അതേ വലുപ്പത്തിൽ ഇവിടെ ഷാഡോ വീഴണം. പക്ഷേ നമ്മളിപ്പോൾ സോൺ തിയറി അനുസരിച്ച് അതിന് പകരം വേവ് ഫ്രണ്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഒരു ഒപ്പേക്ക് ഡിസ്ക് വെച്ചിരിക്കുന്നു. ഈ ഒപ്പേക്ക് ഡിസ്കിൻ്റെ ഏരിയ ഫസ്റ്റ് സോണിൻ്റെ ഏരിയയ്ക്ക് തുല്യമാണെങ്കിൽ ഈ A1 എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡ് പിയിലെത്തില്ല, ബ്ലോക്ക് ചെയ്യും. പക്ഷേ A2, A3, A4 ഇതെല്ലാം ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഒരു ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ ഉണ്ടാകും. ദാറ്റ് ഈസ് -A2 പ്ലസ് A3 മൈനസ് A4 എക്സെട്ര. അതിനനുസരിച്ചൊരു ആംപ്ലിറ്റ്യൂഡ് ഇവിടെ ഉണ്ടാകും. ഈ ഒപ്പേക്ക് ഡിസ്കിൻ്റെ വലിപ്പം 2 സോണിനെ കവർ ചെയ്യത്തക്കവണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ്, അപ്പോൾ ആദ്യത്തെ 2 സോണിൽ നിന്നുള്ള ആംപ്ലിറ്റ്യൂഡ് ബ്ലോക്ക്ഡ് ആവും. ഇപ്പോൾ ഇവിടെ വരുന്ന ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ A3 മൈനസ് A4 പ്ലസ് A5 എക്സെട്ര ആൻഡ് സോൺ. അപ്പോൾ ചുരുക്കത്തിൽ ഈ വെക്കുന്ന ഒപ്പേക്ക് ഡിസ്കിൻ്റെ വലിപ്പം അനുസരിച്ച് ഇവിടെ ലൈറ്റ് വരികയോ വരാതിരിക്കുകയോ ചെയ്യാം. ആദ്യത്തെ കുറേ സോൺസ് മാത്രമേ എഫക്റ്റീവായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ വെക്കുന്ന ഒപ്പേക്ക് ബോഡിയുടെ വലിപ്പം ആദ്യത്തെ ഫ്യൂ എഫക്റ്റീവ് സോണിനെ കവർ ചെയ്യത്തക്കവണ്ണം ഉണ്ടെങ്കിൽ പിയിലെ ആംപ്ലിറ്റ്യൂഡ് 0 എന്നങ്ങ് എടുക്കാം. അതായത് ലൈറ്റ് ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. നേരെ മറിച്ച് പി ഒപ്പേക്ക് ബോഡിയുടെ സൈസ് ആദ്യത്തെ കുറേ എഫക്റ്റീവ് സോണിൻ്റെ ഏരിയയേക്കാൾ കുറവാണെങ്കിൽ, അല്ല 1-2 സോണിനെയൊക്കെ കവർ ചെയ്യത്തക്കവണ്ണേ ഉള്ളൂവെങ്കിൽ പിയിൽ നമുക്ക് ലൈറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഡിഫ്രാക്ഷൻ നടക്കും എന്ന് പറയാം. അപ്പോൾ ചുരുക്കത്തിൽ ഡിഫ്രാക്ഷൻ നടക്കുന്നത് when the size of the obstacle is of the order of
വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ്. കാരണം ഒരു സോണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ലാംഡ ഡി ആണ്. അപ്പോൾ ലാംഡയുടെ ഓർഡറിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ആദ്യത്തെ 1-2 സോണൊക്കെ എന്ന് പറയുമ്പോൾ ലാംഡയുടെ ഓർഡറിലെ സൈസ്, അപ്പോൾ നമുക്കിവിടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 0 അല്ല എന്ന് കണ്ടു. വലിയ സൈസുള്ള ഒബ്സ്റ്റക്കിളാണെങ്കിൽ എഫക്റ്റീവ് സോൺസ് ഏതാണ്ട് എല്ലാം തന്നെ കവറപ്പ് ആകും. അപ്പോൾ നമുക്ക് പിയിൽ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഷാഡോ കിട്ടും. അപ്പോൾ ഡിഫ്രാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ സോൺ പ്ലേറ്റ് വേവ് ലെങ്ത് ലൈറ്റിൻ്റെ ഏതെങ്കിലും ഒരു വേവ് ലെങ്തിൻ്റെ ഓർഡറിലാണ് ഒബ്സ്റ്റക്കിൾ എങ്കിൽ അവിടെ വേവ് ഡിഫ്രാക്ഷൻ എഫക്റ്റ് കാണിക്കും, ബെൻഡ് ചെയ്യും. എന്നിട്ട് ഷാഡോ എക്സ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് ലൈറ്റ് കയറി എൻക്രോച്ച് ചെയ്യും. ഇനി അവിടെ ഇത് തമ്മിൽ സൂപ്പർ പൊസിഷനൊക്കെ നടക്കുന്നുണ്ട്, ഇൻ്റർഫറൻസ് പോലൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അടുത്ത സോൺ പ്ലേറ്റിലോട്ട് കയറും. ഇൻ്റർഫറൻസ് ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യും ഇതിൻ്റെ കൂടെ. ഇതിപ്പോൾ വേറൊരു പോസ്റ്റിംഗ് ആയിട്ട് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുക്കും. താങ്ക്